ചാമ്പ്യൻസ് ലീഗിന്റെ ഈ അവസാന പാദത്തിൽ മാഞ്ചസ്റ്റർ സിറ്റി നോക്കൗട്ടായി എന്ന് തന്നെ പറയാം. അത് ഗാർഡിയോള അതിനെ കാണുന്നത് വളരെ ഫിലോസഫിക്കലായിട്ടൊക്കെയാണ്. ഫുട്ബോളിൽ ഇത് സംഭവിക്കാം, ഇത് അത്ഭുതമൊന്നുമല്ല, റയൽ മാഡ്രിഡ് നന്നായിട്ട് കളിച്ചു എന്നൊക്കെയുള്ള രീതിയിലുള്ള വിശകലനങ്ങളാണ് വരുന്നത്. പക്ഷെ നമുക്ക് ഇന്നലത്തെ അദ്ദേഹത്തിന്റെ അത് കഴിഞ്ഞിട്ടുള്ള ചോദ്യോത്തരത്തിലൊക്കെ കാണാൻ പറ്റുന്നത് ഒരു വളരെ നിരാശനായിട്ടുള്ള ഗാർഡിയോള തന്നെയാണ്. മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഒരു സിറ്റുവേഷൻ എന്താണ്? ഇതാരും പ്രതീക്ഷിക്കാത്ത, നമ്മളിതിനെപ്പറ്റി കഴിഞ്ഞ ആഴ്ച ചർച്ച ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞത് സിറ്റി ജയിക്കുന്ന, പക്ഷെ ഒരു കണ്ടീഷൻ പറഞ്ഞത് ഇത് റയലിന്റെ കോമ്പറ്റീഷനാണ്, അത് കാരണം ആർക്കും ഒന്നും പറയാൻ പറ്റില്ല അതും കൂടി പറഞ്ഞു. അതുപോലെ തന്നെ സംഭവിച്ചു. ഇതിപ്പോ എനിക്ക് ഏറ്റവും ഓർമ്മ വന്നത് 8 സീസൺ മുമ്പ് ഇതേപോലെ സിറ്റി ആൻഫീൽഡില് ലിവർപൂളിനെ കളിക്കാൻ പോയി ഫസ്റ്റ് ലെഗില്. അതും 3-0 തോറ്റു. എന്നിട്ട് ഹോം ഗ്രൗണ്ടിൽ വന്ന് അവിടെ 2-1 തോറ്റു. ഇതേപോലെ 5-1 ആയിരുന്നു. അത്തവണ ചെയ്ത തെറ്റല്ല, പക്ഷെ ഇത്തവണ ചെയ്തത്. അപ്പൊ എന്താ പറ്റിയെന്ന് പറഞ്ഞാൽ, അതിന് 1 മാസം മുമ്പ് ഒരു ലീഗ് മാച്ചിൽ ആൻഫീൽഡ് 4-3 പോയി തോറ്റു സിറ്റി. അത് അവര് 100 പോയിന്റ് എത്തിയ സീസൺ, ആദ്യമായിട്ട് ഒരു ടീം 100 പോയിന്റ് എത്തണത് ഇംഗ്ലണ്ടില്. അത്രയും വമ്പൻ ടീമായിരുന്നു ആ സിറ്റി ടീം. ആ ലീഗ് മാച്ച് തോൽക്കാൻ ഒരു ഒറ്റ മിസ്റ്റേക്ക് കാരണം, വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു കളിയില് ജോൺ സ്റ്റോൺസിന്റെ ഒരു മിസ്റ്റേക്കിന്ന് ഫെർമിനോ ഗോളാക്കുന്നു. പെട്ടെന്ന് ലിവർപൂൾ 2 കൂടി അടിക്കുന്നു, 4-1 ആവുന്നു. പിന്നെ സിറ്റിക്ക് തിരിച്ചു വരാൻ പറ്റിയില്ല. പക്ഷെ ആ ഒരു തെറ്റ് കാരണം ഗാർഡിയോള ചിന്തിച്ച് ഈ ചാമ്പ്യൻസ് ലീഗിന്റെ ഫസ്റ്റ് ലെഗ് വന്നപ്പോഴേക്കും കുറേ കൂടി ഒരു കൺട്രോൾ വേണമെന്ന് പറഞ്ഞ ഒരു മിഡ്ഫീൽഡിനെ ഇറക്കി. ലീഗ് മാച്ചിൽ കെവിൻ ഡി ബ്രോയിനെ മിഡ്ഫീൽഡിൽ കളിച്ചിരുന്ന് പെട്ടെന്ന് ഈ ചാമ്പ്യൻസ് ലീഗ് വന്നപ്പോൾ ഫ്രണ്ടിലേക്ക് തള്ളി. ഇവിടെ ഡാവിഡ് സിൽവ, ഗുണ്ടോവാൻ, പിന്നെ ഫെർണാൻഡിനിയോ മിഡ്ഫീൽഡ് 3. ഇതില് സിൽവയ്ക്ക് 32 വയസ്സ്, ഫെർണാൻഡിനിയോന് 33 വയസ്സ്. അപ്പം ലിവർപൂളിന്റെ മിഡ്ഫീൽഡിലാണെങ്കിൽ ജെയിംസ് മിൽനർ ഇപ്പോഴും ബ്രൈറ്റന് വേണ്ടി ഓടുന്നുണ്ട് 40-ാം വയസ്സിൽ. ജോർഡൻ ഹെൻഡർസൺ ഇപ്പോഴും ബ്രെൻഫോർഡിന്റെ ഏറ്റവും മികച്ച സീസണിൽ ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നു. 2 എനർജൈസർ ബണ്ണി എന്ന് പറയുന്ന പോലത്തെ കളിക്കാരാണ്. പിന്നെ ഒരാള് ക്ലോപ്പ് ഇതിനു വേണ്ടി പിക്ക് ചെയ്ത അലക്സ് ഓക്സ്ലേഡ് ചേംബർലിൻ പരിക്കില്ലെങ്കിൽ വളരെ ഡൈനാമിക് ആയിട്ടുള്ള ഒരു മിഡ്ഫീൽഡർ ആയിരുന്നു. ഇപ്പൊ ഇവര് ശരിക്കും മിഡ്ഫീൽഡ് മുഴുവനായിട്ട് കൺട്രോൾ എടുത്തു. 31 മിനിറ്റിൽ കളി തീർന്നു, 3-0 ആയി. പിന്നെ ആ ടൈ തന്നെ തീർന്നു എന്ന് പറയാം. ഇത് തന്നെയാണ് മാഡ്രിഡിൽ. പക്ഷെ എന്താ പറ്റിയത്, ഇവിടെ റയലിന്റെ സീസൺ അപ്പ് ആൻഡ് ഡൗൺ ആണെന്ന് എല്ലാവരും കണ്ടവർക്കൊക്കെ അറിയാം. ഒരു കോച്ച് പോയി കഴിഞ്ഞു, പുതിയ കോച്ച് വന്നു. കളികൾ ജയിക്കേണ്ട ഒരു നല്ല ടീം കാരണമല്ല, ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കളിക്കാരുടെ മികവ് കാരണം. എംബാപ്പെ ആയാലും വിനീഷ്യസ് ആയാലും ഇവരുടെയൊക്കെ ഇൻഡിവിജ്വൽ ക്വാളിറ്റി കാരണം കളികൾ ജയിക്കണം. അപ്പൊ ഗാർഡിയോള എന്താ ആലോചിച്ചു, ഇവരെ ഒന്ന് അറ്റാക്ക് ചെയ്ത് പോയി നോക്കാം. പക്ഷെ ഇത് ബേർണബൗ ആണ്. 2 ക്ലബിന് ഈ ചാമ്പ്യൻസ് ലീഗ് വന്നു കഴിഞ്ഞാൽ ലീഗ് ഫോമിന് ഒരു പ്രസക്തി ഇല്ല. ഒന്ന് റയൽ മാഡ്രിഡ്, ഒന്ന് ലിവർപൂൾ. ഈ 2 ടീമിന് ആ ചാമ്പ്യൻസ് ലീഗിന്റെ പാട്ട് കേട്ട് കഴിഞ്ഞാൽ അവരുടെ കളിക്കാർക്ക് വേറെ എന്തോ ഒരു ഡ്രഗായിട്ട് ഇഞ്ചക്ട് ചെയ്യണ പോലെ അത് വേറെ തന്നെ ഒരു ഊർജം വരും അവർക്ക്. അതാണ് ഇപ്പൊ ഫസ്റ്റ് ലെഗിൽ നമ്മൾ കണ്ടത്. സിറ്റി ഒരു മിഡ്ഫീൽഡർ ഷോർട്ടായിട്ട് കളിക്കുന്നു. അതിനു മുമ്പുള്ള കുറച്ച് കളിയില് ഒന്ന് പഴയ സിറ്റി പോലെ ആയി വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അത് നീക്കോ റൈലി, റോഡ്രി, പിന്നെ ബെർണാർഡോ സിൽവ, ഇവര് മിഡ്ഫീൽഡ് കളിച്ചിട്ട് പെട്ടെന്ന് ഈ കളി ബേർണബൗവിൽ എത്തുമ്പോൾ ഓറൈലിയെ ലെഫ്റ്റ് ബാക്കിലേക്ക് മാറ്റുന്നു. ആകെ റോഡ്രിയും ബെർണാർഡോ സിൽവയും മാത്രം മിഡ്ഫീൽഡിൽ. ഇത് ഒരു ഡാം പൊട്ടണ പോലെ റയൽ അങ്ങോട്ട് മുന്നോട്ട് കയറി 42 മിനിറ്റിൽ കളിയും കഴിഞ്ഞു, 3-0. പിന്നെ ഇന്നലെ എനിക്ക് ഉറപ്പായിരുന്നു കൗണ്ടർ അറ്റാക്കില് ഈ സിറ്റി ടീമിന് കൗണ്ടർ അറ്റാക്ക് തടുക്കാനുള്ള കളിക്കാരില്ല. ഒരു റോഡ്രി മാത്രമേ ഉള്ളൂ. രണ്ടാമത് ഒരു ടാക്കിൾ ചെയ്യാൻ പറ്റണ അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കളിക്കാരനില്ല. അപ്പം വിനീഷ്യസ് ഇപ്പൊ ഭയങ്കര ഫോമിലാണ്. മറ്റേ ബ്രാഹിം ഡിയാസ് ഇന്നലെ നന്നായി കളിച്ചു. അപ്പൊ ഇവരുള്ള ടീമിനെ ഒരിക്കലും അവർക്ക് 0-0 ആയിട്ട് പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. പിന്നെ ഏറ്റവും അനുഭവമുള്ള കളിക്കാരനായ ബെർണാർഡോ സിൽവ ഇങ്ങനത്തെ ഒരു വലിയൊരു മണ്ടത്തരം കാണിക്കുക, അത് കുറെ നേരം അതിന്റെ വാർ
പരിശോധനയൊക്കെ പക്ഷെ അത് ഉണ്ടായിരുന്നല്ലോ. നിങ്ങൾ എൽബോ ഇങ്ങനെ നിന്നിരുന്ന ഒരാള് ഇവിടെയാണല്ലോ ഇങ്ങോട്ട് കൈ ബോളിന്റെ ഭാഗത്തേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ പെനൽറ്റി, അത് penalty ആണ്. ഉറപ്പാണ്. അതിപ്പോ കൈ ഇങ്ങനെ ആയാലും എൽബോ ഇങ്ങനെ ആയാലും അത് റെഫറിക്ക് ഒരു ഓപ്ഷനില്ല. ഇത് ഏറ്റവും നല്ലൊരു റെഫറിയാണ് ഇന്നലെ അതെ. ചെയ്തത്. അപ്പൊ അതിന് ഒരു കുറ്റവും പറയാൻ പറ്റില്ല. ഇത് 20 വയസ്സായ ഒരു പയ്യനത് ചെയ്തെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കി. ഇത് സിറ്റിയുടെ ഏറ്റവും അനുഭവമുള്ള ഒരു കളിക്കാരൻ ഇത് ചെയ്യുമ്പോൾ അതോടെ കളി തീർന്നു ശരിക്കും. പക്ഷെ ഗ്വാർഡിയോളയ്ക്ക് ഏറ്റവും നിരാശ വരുന്ന കാര്യം എന്താന്ന് പറഞ്ഞാൽ ഈ 10 ആള് വെച്ചിട്ട് പിന്നെയും സിറ്റി കളിച്ചു. എന്തുകൊണ്ട് ഇത്രയും ആദ്യത്തെ ലെഗിലും രണ്ടാമത്തെ ലെഗിന്റെ ആദ്യത്തെ 20 മിനിറ്റിലും 11 ആള് വെച്ച് കളിക്കാൻ പറ്റാത്ത സിറ്റി 10 ആള് വെച്ച് പിന്നെയും കുറെ ചാൻസ് സൃഷ്ടിച്ചു. പിന്നെ ഇപ്പോഴത്തെ സിറ്റി എന്ന് പറഞ്ഞാല് അവരൊരു ക്ലിനിക്കൽ ആയിട്ടുള്ളൊരു ടീമല്ല. പണ്ടത്തെ ഇപ്പൊ ഡിബ്രോയിനുള്ള ടീം, എഗ്വേറോന്റെ ടീം, സ്റ്റേർലിംഗ് ഇവരൊക്കെയുള്ള ടീം ഈ ജാപ്പനീസ് ഷെഫ്സ് യൂസ് ചെയ്യണ ഒരു കത്തിണ്ട്. അത് ഒറ്റ കട്ടില് പണി കഴിഞ്ഞു. ഇതിപ്പോ ഇപ്പോഴത്തെ സിറ്റി ഇപ്പൊ ബോക്സിന്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ പഴയ തുരുമ്പ് പിടിച്ച കത്തില്ല, പഴം ഇങ്ങനെ ചെത്തി പടൽ ഇതാക്കാൻ വേണം, അതുപോലത്തെ ഒരു കത്തിയായി മാറിയിട്ടുണ്ട്. അവർക്ക് ഫിനിഷ് ചെയ്യാനേ പറ്റില്ല. ബോക്സിന്റെ അടുത്ത് എത്തും. ഇന്നലെ എത്രയോ ചാൻസ്, ഒരു 6-7 ചാൻസ് ഞാൻ കൗണ്ട് ചെയ്തു ബോക്സിന്റെ അടുത്ത്. പക്ഷെ ഒന്നുമില്ലെങ്കിൽ ഷോട്ട് മേതയ്ക്കാണ്, അല്ലെങ്കിൽ കീപ്പറുടെ നേരെ, അല്ലെങ്കിൽ വേറെ ഡിഫൻഡർ വന്ന് ബ്ലോക്ക് ചെയ്യുന്നു. ഒരു ശാന്തത ഇല്ല ബോക്സിന്റെ അടുത്ത് എത്തുമ്പോൾ. പണ്ടത്തെ സിറ്റിക്ക് അത് എപ്പോഴും ഉണ്ടായിരുന്നു. നമുക്കറിയാം ഒരു 70-80 മിനിറ്റ് ആയി കഴിഞ്ഞാൽ സിറ്റി ഗോൾ അടിക്കും. അതിപ്പോ ചിലപ്പോ ബാക്കിൽ നിന്ന് വിൻസെന്റ് കമ്പനി വന്നിട്ടായിരിക്കും, അല്ലെങ്കിൽ മിഡ്ഫീൽഡിൽ നിന്ന് ഡിബ്രോയിനെ ആയിരിക്കും, അല്ലെങ്കിൽ മുൻനിരയിൽ അഗ്വേറോ ഹാളൻഡോ ആരെങ്കിലും. ഇപ്പോഴത്തെ ടീമിന് ആ ഒരു ക്ലിനിക്കൽ ടച്ച് ഇല്ല. നേരെ തിരിച്ച് പാസ്നൽ ഇന്നലെ ശരിക്കും കാണിച്ചു. പ്രീമിയർ ലീഗിൽ എങ്ങനെയായിരിക്കും ഈ തോൽവിയൊക്കെ ബാധിക്കാൻ പോകുന്നത്? പ്രീമിയർ ലീഗ് കഴിഞ്ഞു. ഇപ്പൊ ഈ സീസൺ ഒന്നുമില്ല. ഇനിയിപ്പോ ആർസണലിനെ പിടിക്കാനൊന്നും പോണില്ല. എന്നുവെച്ചാൽ ആർസണലിന് ഏറ്റവും ബുദ്ധിമുട്ടായിരുന്ന മാച്ചുകൾ ഇപ്പൊ കഴിഞ്ഞു. അതാ 2 ലണ്ടൻ ഡാർബി ആയിരുന്നു. ഒന്ന് ടോട്ടനമായിട്ടും പിന്നെ ചെൽസി ആയിട്ടും. അത് മറികടന്നതോടുകൂടി ഇനിയിപ്പോ അവരുടെ ടൈറ്റിലാണ് ഉറപ്പാണ്. പിന്നെ ഇപ്പൊ ഈ ജയിച്ച കളികളുടെ ലെവർക്യൂസൻ ഞാൻ വിചാരിച്ചെന്നും വളരെ നന്നായി കളിച്ചു 2 ലെഗിലും. പക്ഷെ ഇന്നലെ 2-0 ആയിരുന്നു അവസാനത്തെ സ്കോർ ലൈൻ. പക്ഷെ വളരെ എളുപ്പത്തിൽ 5-6 ഗോൾ അടിക്കായിരുന്നു. അത്രയും ചാൻസ് കിട്ടിയിട്ടുണ്ട്. PSG-യുടെ ചെൽസിയുടെ മുകളിലുള്ള വിജയം എങ്ങനെയാണ്? PSG ആദ്യം പേടിക്കേണ്ട ഒരു ടീമാണ്. ഇപ്പൊ എനിക്ക് ഉറപ്പാണ് ലിവർപൂൾ ആയാലും ഗാലറ്റാസറേ ആയാലും മിക്കവാറും ആ ക്വാർട്ടർ ഫൈനലിൽ PSG ജയിക്കേണ്ടതാണ്, ഇപ്പോഴത്തെ ലിവർപൂളിന്റെ ഫോം വെച്ച് പ്രത്യേകിച്ച്. ചെൽസി ആണെങ്കിൽ എനിക്ക് തീരെ മനസ്സിലാക്കാൻ പറ്റാത്തൊരു ടീം. ഇത്രയും പൈസ ചെലവാക്കി $1.5 ബില്യൺ ആണ് ഈ പുതിയ ഉടമകളെ 4 കൊല്ലത്തിൽ ചെലവാക്കിയിട്ടുള്ളത്. പക്ഷെ ഇത് കഴിഞ്ഞിട്ട് ഒരൊറ്റ നേതാവില്ല ടീമില്. ഇതാണ് ഈ കളി തോൽക്കുമ്പോ നമ്മൾ അതാണ് ആദ്യം നോക്കുക. ഇപ്പൊ ഒരു റയൽ മാഡ്രിഡ് ആണെങ്കിൽ ഒരു ആവശ്യം വന്നപ്പോ സിറ്റിയുടെ ഫസ്റ്റ് ലെഗില് വാൽവേർഡെ കൈ പൊക്കി, ഞാൻ കളി തീർത്തു തന്നോളാം. എംബാപ്പെ ഇല്ല, കുഴപ്പമില്ല, ഞാൻ തീർത്തോളാം. എല്ലാ നല്ല ടീമിനും അങ്ങനെ. ഇപ്പൊ ആർസണലിന് ഡെക്ലൻ റൈസ് ഉണ്ട്, സലീബ ഉണ്ട്, കുറെ കളിക്കാരുണ്ട്. ഇപ്പൊ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ തിരിച്ചുവരവില് ഹാരി മഗ്വയർ, ബ്രൂണോ ഫെർണാണ്ടസ്, മെത്തായസ് കുഞ്ഞ, എംബോമ ഇവരൊക്കെ ആ നേതൃത്വം എടുത്തിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ ടീമാണ്, ഞങ്ങൾ ജയിപ്പിക്കുന്നുള്ളത്. ചെൽസി ഒരു 0-0 ആണെങ്കിൽ, അല്ലെങ്കിൽ തോൽക്കണ ഒരു കളിയാണെങ്കിൽ കളിക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക എന്താ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ കൈ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാണിക്കുക. കോച്ചും അതേപോലെ തന്നെ. ഇന്നലെ ഞാൻ എന്റെ സുഹൃത്ത് മറ്റേ ഗാർഡിയനിൽ എഴുതി ലിങ്ക്ഡിൻ മാനേജർ. ശരിക്കും അതാണ്. എന്താ വെച്ചാൽ കുറെ ഈ മാനേജ്മെന്റ് സ്പീക്ക് പോലെ ഓരോ കാര്യങ്ങൾ പറയുന്നല്ലാതെ ആദ്യത്തെ ലെഗിൽ ശരിക്കും എല്ലാം ചെൽസിക്ക് വേണ്ടി സെറ്റപ്പ് ചെയ്തായിരുന്നു 2-2 എന്നുള്ളതില്. പിന്നെ ഒരു ഗോൾ കീപ്പറുടെ ഒരു തെറ്റ് പറ്റി 3-2 ആയിക്കോട്ടെ, 3-2 എന്നാലും നല്ലൊരു റിസൾട്ടാണ്. അതിന് പകരം നിങ്ങൾ ആദ്യം മുന്നോട്ട് പോവുക, 3-3 ആക്കാൻ നോക്കി
വേറെ 2 കയറി, അതോടെ കളി കഴിഞ്ഞു. എന്നുവെച്ചാൽ ഈ ക്വാരറ്റ്സ്കേലിയ, ഡുവേ, ഇന്നലെ ഉഗ്രനായി കളിച്ച ബാക്കോളി, ഇവരൊക്കെ നിങ്ങളെ ട്രാൻസിഷനിൽ കൊന്നു കൈ തരും. അങ്ങനത്തെ കളിക്കാർ ആർക്കും അവര് തടുക്കാൻ പറ്റില്ല. എന്നുവെച്ചാൽ അവര് ഫോർവേഡ് ലൈൻ മാത്രമല്ല, ഫുൾ ബാക്കിൽ നിന്ന് ഹക്കീമിയും ന്യൂനോ മെൻഡസും ഉണ്ട്, മറ്റേ മിഡ്ഫീൽഡിൽ നിന്ന് ജാവോ നെവെസോടും, ഇന്നലെ വാറൻ സേർ എമറി, ഇവരൊക്കെ മികച്ച കളിക്കാരാണ്. അപ്പൊ ട്രാൻസിഷനിൽ ആർക്കും PSG തടുക്കാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ ഇത്രയും ഓപ്പണായി കളിക്കണ ഒരു ഇന്നലെ അതേപോലെ തന്നെ ആദ്യത്തെ ഒരു 15 മിനിറ്റ് PSG കളിക്കാൻ സമ്മതിക്കാതെ നിങ്ങൾ എങ്ങനെയെങ്കിലും ഒരു ഗോൾ അടിച്ചാല് വേറെ ഒരു ടൈപ്പ് തന്നെ മാറുമായിരുന്നു ചിലപ്പോൾ. അതിന് പകരം 14 മിനിറ്റിൽ 2 ഗോൾ അവർ അടിച്ച് കളി കഴിഞ്ഞു. കോച്ച് എന്ന നിലയിൽ പെപ് ഗാർഡിയോളയുടെ ഫ്യൂച്ചർ എന്തായിരിക്കും? അദ്ദേഹത്തിന് 27th വരെ കരാറുണ്ടെന്ന് തോന്നുന്നു. ഈ സീസൺ കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ സിറ്റി ഒരിക്കലും ഗാർഡിയോളെ ഒഴിവാക്കാൻ പോകുന്നില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു വിലയിരുത്തൽ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പൊ ഈ സീസൺ പല വലിയ കളികളിലും പണ്ടത്തെ ഗാർഡിയോള അല്ല സൈഡ് ലൈനിൽ കാണുന്നത്. ചിലപ്പോ ഒന്നും പറയാതെ ഇങ്ങനെ നിൽക്കി. ഇന്നലെയൊക്കെ തല കുറെ നേരം ചൊറിഞ്ഞു എന്നല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇന്നലത്തെ പിന്നെ ഞാൻ ഇഗ്നോർ ചെയ്യണമെന്ന് വെച്ചാൽ കളി ഫസ്റ്റ് ലെഗ് തന്നെ കഴിഞ്ഞു ശരി. പക്ഷെ പല കളിയിൽ ഇപ്പൊ ഈ സീസൺ ഇപ്പൊ ആർസണലും അങ്ങനെ ഡോമിനന്റ് ആയിട്ട് കളിച്ചിട്ടൊന്നും അല്ല ലീഗ് ജയിക്കാൻ പോകുന്നത്. അവരും ബാക്കി ടീമുകൾക്ക് അനേക ചാൻസ് കൊടുത്തിട്ടുണ്ട്, സിറ്റിക്ക് അടക്കം. പക്ഷെ സിറ്റിക്ക് അത് ആ ചാൻസുകൾ എടുക്കാൻ പറ്റിയിട്ടില്ല. ജയിക്കേണ്ട അനേക കളികൾ ഡ്രോ ആക്കേണ്ട കളികൾ തോൽക്കുക, ഇങ്ങനെയൊക്കെ. ഇത് പണ്ടത്തെ ഒരു സിറ്റി അല്ല. അപ്പൊ ഇനി ആദ്യം ഒരു സിറ്റി വളർത്തി വലുതാക്കാനുള്ള ആ ആഗ്രഹം ഉണ്ടോ ഗാർഡിയോളയ്ക്ക് എന്ന് എനിക്ക് അറിയില്ല. എന്ന് വെച്ചാൽ ഇപ്പൊ 55 വയസ്സായി, 45 അല്ല.